ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ഏകദേശം എനിക്കൊന്ന് 11-ാം വാക്യം വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചിരുന്നു. നമുക്ക് 11-ാം വാക്യം കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. 9:11 ഹെബ്രായക്കാർക്ക് ലേഖനം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുകിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കഴിച്ച യാഗത്തിനെ പറ്റിയാണ് നമ്മൾ വായിച്ചതെന്ന് കേൾക്കുന്ന പലർക്കും അറിയാം. എങ്കിലും ഇതിൻ്റെ ഒരു പശ്ചാത്തലം മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട യഹൂദ വിശ്വാസികൾക്ക് വേണ്ടി, ക്രിസ്തുവിലേക്ക് വന്ന യഹൂദ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണല്ലോ. അവിടെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവരുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ അവർ വീണ്ടും മടങ്ങിപ്പോകുവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി 1-ാം അധ്യായം തൊട്ട് ഏകദേശം 8-ാം അധ്യായം വരെ പല ഇടങ്ങളിലായിട്ട് നമുക്ക് യേശുക്രിസ്തു ആരാണെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി പല ഇടങ്ങളിലൂടെ പല വചന സത്യത്തിലൂടെ ഹെബ്രായ വിശ്വാസികൾക്ക് അവരോട് വരച്ച് കാണിക്കുവാൻ തക്കോണം ഇടയാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് യേശുക്രിസ്തു എല്ലാത്തിനേക്കാൾ ഉന്നതനാണ് എന്ന് പറയുന്ന ഭാഗത്തിന് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പഴയ നിയമത്തിലുണ്ടായിരുന്ന അവിടെ ആലയത്തിനേക്കാളും ആലയം യേശു തന്നെയായിരുന്നതും അന്ന് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതിയ ആലയം അതിനേക്കാളും ഉന്നതമായ ഒരു ആലയത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതെന്നും അതിന് ആത്മീയ സത്യങ്ങൾ എന്താണെന്നുമൊക്കെ അവരോട് പറയുന്നുണ്ട്. അതാണ് നമ്മൾ 9-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിപ്പാനിടയായത്. അന്നുണ്ടായിരുന്ന ശലോമോൻ പണിത ആലയം എത്രയോ ശ്രേഷ്ഠമാണ്, അല്ലെങ്കിൽ അതിനെ നോക്കി അവരൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ യേശു പറഞ്ഞു ഈ ആലയം തകർക്കപ്പെടും. നമ്മൾ കഴിഞ്ഞ ശേഷം പറഞ്ഞ കാര്യമെങ്കിലും ഒന്നുകൂടി എന്ന് പറയുകയാണ്. അത് അവിടെ 1-ാം വാക്യം തൊട്ട് ആ ആലയത്തിൻ്റേതായ ആലയത്തിൻ്റെ ഉള്ളിൽ എത്ര ദൈവം എങ്ങനെ അതിനെ ആലയത്തിൻ്റെ മാതൃക എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി അത് വരച്ച് കാണിക്കുന്നുണ്ട്. അത് ഭൂമിയിൽ നിന്നുള്ള ആലയമാണ്. അതിൻ്റെ പരിമിതികളെപ്പറ്റി മറ്റൊരു രീതിയിൽ പറയുകയാണ്. നിങ്ങൾ എത്ര ഉന്നതമായ ആലയമാണെന്ന് പറഞ്ഞാലും അതിന് പരിമിതികളുണ്ട്. അത് വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴൽ മാത്രമാണെന്ന് 2-3 വാക്യങ്ങളിൽ നമുക്ക് അവിടെ പറയുന്നുണ്ട്. പിന്നീട് ആ ആലയത്തിൽ എല്ലാവർക്കും കടന്നു വരുവാൻ കഴിയത്തില്ല. ചില ആൾക്കാർക്ക് യഹൂദന്മാർക്ക് മാത്രമേ അവിടെ കടന്നു പോകാൻ കഴിയത്തുള്ളൂ. പിന്നെ ആലയം അല്പസമയം കഴിയുമ്പോൾ ആലയം ഇല്ലാതാകും. ടെമ്പററി ആയിട്ടുള്ള ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റുവാൻ ഒരിക്കലും അന്നുണ്ടായിരുന്ന പാരമ്പര്യ ആരാധനകൾക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു വാസ്തവം അവിടെ പറയുന്നുണ്ട്. അത് 9-10 വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റിയാണ് 11-ാം നമ്മളിപ്പോൾ വായിച്ച 11-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായിരിക്കുന്ന ആ സ്ഥലം അത് ഉന്നതമായ മറ്റ് ആലയം നിന്നിരുന്ന സ്ഥലത്തിനേക്കാളും ശ്രേഷ്ഠമായൊരു സ്ഥലത്താണ് ആലയമായിരിക്കുന്നത്. അത് സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല. കൈപ്പണിയല്ലാത്തതെന്ന് വെച്ചാൽ സൃഷ്ടി ഉൾപ്പെടാത്തതുമായ വലുപ്പവും തികവുമേറിയ ഒരു ആലയത്തിലേക്കാണ് യേശു നമ്മളെ എത്തിച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുകയാണ്. ഞാൻ ഒന്ന് ചുരുക്കമായിട്ട് പറയുന്നത് നമുക്ക് യേശുക്രിസ്തു അതിന് ശേഷമുള്ള ഈ ആലയത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നും വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു ഹെബ്രായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നമ്മൾ ഹെബ്രായ വിശ്വാസവും അതിൻ്റേതായ പഴയ നിയമത്തിൻ്റേതായ ചട്ടങ്ങളും അതിൻ്റേതായ നിയമാവലികളും അതിൻ്റെ പ്രമാണങ്ങളും നമുക്ക് പലപ്പോഴും സുപരിചിതമല്ലാതിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ അത് യഥാർത്ഥത്തിൽ അതൊന്ന് ധ്യാനിക്കാൻ തയ്യാറാകുമ്പോൾ, ചിന്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവായ യേശുക്രിസ്തു അന്നുണ്ടായിരുന്ന നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കുള്ളിൽ കർത്താവായ യേശുക്രിസ്തു ഒരു നിഴലായിട്ട് അവിടെ എല്ലാം കർത്താവിനെയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ഒരു കൂടാരത്തിൽ കൂടി
ആട്ടുകൊറ്റന്മാരുടെയും 12th വേഴ്സിൽ പറയുന്നു, ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അവിടെ ഒരു കൂടാരത്തിൽ കൂടി, അതായത് സ്വർഗീയ കൂടാരത്തിൽ കൂടി, അതിലേക്ക് പിന്നീട് വരുന്നുണ്ട് കർത്താവ്. ഏത് കൂടാരമാണ്, ഏത് ആലയത്തിലാണ് കർത്താവ് തൻ്റെ മഹനീയമായ ആ യാഗം കഴിച്ചതെന്ന് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആട്ടുകൊറ്റന്മാരുടെയും അവിടെ അന്ന് നടന്ന യാഗങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടന്നത്. അതിനകത്ത് ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അദ്ദേഹം ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, പക്ഷേ കേൾക്കുന്ന ഹെബ്രായ വിശ്വാസികൾക്ക് വളരെയധികം പെട്ടെന്ന് അത് കാര്യം മനസ്സിലാകും. അവിടെ പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിനെയും ശ്രേഷ്ഠതയെപ്പറ്റി പലയിടങ്ങളിലായിട്ട് പറയുന്ന ലിമിറ്റേഷനെ പറ്റിയൊക്കെ നമ്മൾ വായിക്കാൻ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി. പക്ഷേ ഇവിടെ പറയുകയാണ്, ആ ശ്രേഷ്ഠ മന്ദിരത്തിൽ മുമ്പ് നടന്ന യാഗങ്ങളും ബലികളും അന്ന് നടന്ന ആരാധനകളുമൊക്കെ നടന്നുകൊണ്ടിരുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു, അത് നടന്ന ഭൂമിയിലാണ്. എന്നാൽ കർത്താവ് പറയുക ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലാണ്. എന്നാൽ സ്വന്തം രക്തത്താലാണ് കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായിട്ട് പ്രവേശിച്ചത്. അപ്പോൾ ഇന്ന് കേൾക്കുന്ന ദൈവമക്കൾ, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർ ആരാധിക്കുന്നത് കേവലം മനുഷ്യനിർമ്മിതമായ ആലയത്തിനുള്ളിലല്ല. നമ്മൾ ഭൂമി എൻ്റെ പാദപീഠം, സ്വർഗം എൻ്റെ സിംഹാസനം എന്ന് പറയുന്ന ജീവിക്കുന്ന ദൈവത്തെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. ആലയത്തിനുള്ളിൽ ദൈവത്തിന് ഒരിക്കലും, ആലയത്തിനുള്ളിലല്ല ദൈവം വസിക്കുന്ന, ആലയത്തിനുള്ളിൽ ദൈവത്തെ ഒതുക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. സ്തോത്രം. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനെ കേവലം ഒരു മുറിക്കകത്തോ ഒരു ഹോളിനകത്തോ ഒതുങ്ങുന്ന ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. കേവലം ഒരു കണ്ണാടിക്കൂടിനകത്ത് ഒതുങ്ങുന്ന ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പോയ ആ കൂടാരം, അത് സ്വർഗീയമായ കൂടാരത്തിലേക്കാണ് കർത്താവ് പ്രവേശിച്ചത്. ആ സ്വർഗീയ കൂടാരത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശരീരമാകുന്ന ആ കൂടാരം തന്നെ കർത്താവ് പറഞ്ഞ എൻ്റെ ശരീരമാണ് ആലയം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പല തലത്തിലുള്ള യാഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് കർത്താവായ യേശുക്രിസ്തു ചെയ്തതിൻ്റെ വ്യത്യാസം അന്നുണ്ടായിരുന്നു. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ യാഗങ്ങളെല്ലാം മൃഗയാഗങ്ങളായിരുന്നു. എന്നാൽ ആ മൃഗയാഗത്തിലുണ്ടായിരുന്ന രക്തത്തിന് പരിശുദ്ധമായ രക്തമല്ലായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ യാഗം ഒരു പ്യുവർ ബ്ലഡായിരുന്നു. ആ രക്തത്തിന് കലർപ്പില്ലായിരുന്നു. അതിനകത്ത് പാപം ലവലേശം ഇല്ലായിരുന്നു. ആ രക്തം ഒരു പാപം ചെയ്യാത്തൊരു വ്യക്തിയിലൂടെ വന്നൊരു യാഗമായിരുന്നു. അപ്പോൾ ആ യാഗവും അന്ന് നടന്ന യാഗവും ഈ യാഗവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞ ആ യാഗത്തിൽ ലേവ്യർക്ക് എഴുതിയ ലേവ്യർ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും. ശ്രദ്ധിക്കണം, ആട്ടുകൊറ്റന്മാരും പശുക്കിടാങ്ങളും ഇത് രണ്ടും യേശുക്രിസ്തുവിൻ്റെ യാഗവുമായിട്ട് ബന്ധപ്പെട്ട്, ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു 2025 വർഷം മുമ്പ് ചെയ്ത യാഗവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അത് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ സമയം ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായവും 3-4 അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ അന്ന് നടന്നുകൊണ്ടിരുന്ന ആ യാഗവും എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ലേവ്യരുടെ പുസ്തകം അതിൻ്റെ 16-ന്റെ 5 കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. 3-ാം വാക്യം വായിക്കോ. പാപയാഗത്തിന് 1 കാളക്കിടാവിനെയോ പാപയാഗത്തിന് കാളക്കിടാവ് വേണം. കാളക്കിടാവിനോടും ഹോമയാഗത്തിന് 1 ആട്ടുകൊറ്റനോടും കൂടെ അഹരോന് വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അപ്പോൾ 1 കാളക്കൂറ്റനുണ്ട്, 2 ആട്ടുകൊറ്റനുണ്ട്. ഇത് രണ്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം, പക്ഷെ പലർക്കും എനിക്ക് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു. പക്ഷേ ഇത് വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിന് പിന്നിലുള്ള
ആത്മീയ സത്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലാകും തോറും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത യാഗം അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഈ കാളക്കൂറ്റിനെ തനിക്ക് വേണ്ടി തന്നെയുള്ള പാപയാഗത്തിന് കാളെ അഹറോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുക. അപ്പോൾ ഈ യാഗം കഴിക്കുന്ന വ്യക്തിയുടെ പാപത്തിന് വേണ്ടി ആണ് കാളക്കൂറ്റിനെ, ആ കാളയെ യാഗം കഴിക്കുക. അപ്പോൾ യാഗം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ ആ പാപം മുഴുവൻ ക്ഷമിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഇദ്ദേഹത്തിന് യാഗം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കാളയുടെ യാഗം കഴിച്ചിട്ട് വേണം അടുത്തത് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കുവാൻ. അതിനുശേഷം അതിന് 7-ാം വാക്യം ഒന്ന് വായിക്കോ. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്നു സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന ഒരു ചീട്ടും അവൻ അസേലിന് എന്ന മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അപ്പോൾ ഈ 2 കോലാട്ടുകൊറ്റന്മാർ, അപ്പോൾ ശ്രദ്ധിക്കണം, കാളയാണ് യാഗം കഴിച്ച അഹരോന്റെ പാപത്തിന് വേണ്ടി. അതിനുശേഷം മാത്രമേ അടുത്ത ജനത്തിന് വേണ്ടിയുള്ള യാഗം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു അഹരോന്റെ സ്ഥാനത്ത് മഹാപുരോഹിതനായി വരുമ്പോൾ യേശുക്രിസ്തു സ്വന്തമായി ഒരു യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് ഇന്നുവരെ പാപം ചെയ്തിട്ടില്ല. പാപം ശരീരത്തിൽ ഇന്നുവരെ ലെവലേശം തൊടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. കലർപ്പില്ലാത്ത രക്തമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. പക്ഷേ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കുമ്പോൾ 2 കോലാട്ട് കൊറ്റന്മാരെ യാഗം കഴിക്കണം. അതിന് ചീട്ടിടണം. അതിനകത്ത് ചീട്ട് യഹോവയ്ക്കെന്നൊരു ചീട്ടും അസസേലിന് എന്ന് മറ്റൊരു ചീട്ട് വിടണം. അപ്പോൾ ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. ഈ ചീട്ട് വീണ കോലാട്ടുകൊറ്റൻ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അപ്പം ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അവർ ആലയത്തിൽ അവർ ബലി കഴിക്കുകയാണ്. അത് ജനത്തിൻ്റെ പാപം ക്ഷമിക്കപ്പെടുവാൻ വേണ്ടിയാണ്. പിന്നീട് വരുന്ന 2ാമതുള്ള കോലാട്ടുകൊറ്റനെ ചീട്ട് വീണ അസസേലിന് എന്ന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അവർ അതിനെ കൊല്ലുകയില്ല. അസസേലിന് വന്ന ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ പ്രായശ്ചിത്തം കഴിക്കാൻ അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായിട്ട് യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. അപ്പോൾ ഈ അസസേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒരു സ്ഥലമായിട്ടാണ് മനസ്സിലാകുന്നത്. മരുഭൂമി അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പ്രദേശമുണ്ടായിരുന്നു. ആ പ്രദേശത്തെയാണ് അസസേലിന് പറയപ്പെട്ടതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ജീവനോട്ടിരിക്കുന്ന കോലാട്ടുകുറ്റനെ ഇത് വായിക്കുമ്പോൾ ചിലപ്പം ഇത് വെറുതെ സാധാരണ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിനകത്തൊരു ആത്മീയ മർമ്മം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ കൂടുതൽ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ജീവനോട്ടിരിക്കുന്ന കോലാട്ടുകുറ്റൻ്റെ തലയിൽ അഹ്റോൻ കൈ 2ഉം വെച്ചിട്ട് ഇസ്രായേൽ മക്കൾ എല്ലാ കുറ്റങ്ങൾക്കും സകല പാപങ്ങൾക്കുമായ ലംഘനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കോലാട്ടുകുട്ടനെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ആളുകളുടെ കൈവശം അതിനെ മരുഭൂമിയിൽ അയക്കണം. കോലാട്ടുകുട്ടൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കോലാട്ടുകുട്ടനെ മരുഭൂമിയിൽ വിട്ടേക്കണം. അപ്പോൾ ഈ കോലാട്ടുകുട്ടനെ മരുഭൂമിയിലേക്ക് വിട്ട് കഴിയുമ്പോൾ ആ കോലാട്ടുകുട്ടൻ പിന്നെ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അത് മരുഭൂമിയിലേക്ക് കടന്നു പോകും. അതുകൊണ്ടാണ് അസസേൽ മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു കോലാട്ടുകുറ്റൻ ആയി അത് തീരുകയാണ്. പിന്നെ അതൊരിക്കലും മടങ്ങി വരാൻ പാടില്ല, മടങ്ങി വരികയില്ല. ഇത് കാണിക്കുന്നത് ഒന്ന് കർത്താവായ യേശുക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ ചെയ്ത യാഗം, ഒന്ന് കോലാട്ടുകുറ്റൻ ചെയ്ത യാഗം, അത് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള സാക്രിഫൈസ് ദാറ്റ് പേസ് ഫോർ സിൻ. നമ്മൾ ഇന്നുവരേക്കും ചെയ്ത പാപം മുഴുവൻ ആ കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ രക്തത്താൽ കഴുകി തീർത്തു. പക്ഷേ 2ാമത് ഈ കോലാട്ടുകുറ്റനെ മരുഭൂമിയിലേക്ക് വിടുന്നതിനെ അത് തിയോളജിയൻസ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയ മർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങളെ കർത്താവ് ചുമന്ന് മാറ്റി. ഇനി ഒരിക്കലും ആ പാപങ്ങളെപ്പറ്റി കർത്താവ് ചിന്തിക്കത്തില്ല. ഒരിക്കലും ആ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആമേൻ സ്തോത്രം ഇടവരത്തില്ല. അപ്പോൾ അത് ഇടവരുവാൻ തക്ക ഇടയാകാതെ ആ പാപങ്ങളെ മുഴുവൻ കർത്താവ് നീക്കി അത് കർത്താവ് സ്വർഗീയ ഇടങ്ങളിലേക്ക് കടന്നു പോയതായിട്ട് വേണമെങ്കിൽ ആണ് പലപ്പോഴും അതിനെ കാണുന്നത്. അപ്പോൾ ഇതാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ഒരിക്കലായിട്ടാണ് കർത്താവ് ഈ യാഗത്തിന് പ്രത്യേകം ഇവരോട് പറയുകയാണ്, ഈ യാഗം കർത്താവായ യേശുക്രിസ്തു കഴിച്ചത് നിങ്ങൾക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ വർഷവും നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് വീണ്ടും വീണ്ടും യാഗം കഴിക്കണമായിരുന്നു. അപ്പോൾ അല്ലയോ എപ്രായ ജനമേ, ഇനിയിപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ഓരോ പ്രാവശ്യം 1000 കാളക്കൂറ്റന്മാരും ആട്ടുകൊറ്റന്മാരും പശുക്കിടാങ്ങളും കൊല്ലപ്പെടുമ്പോൾ ആ കൊലവിളി, ആ മരണ, ആ
അതിൻ്റെ യാഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഇനി ഒരിക്കലും ചെയ്യുവാൻ തക്ക ഇടയാകാതെ ഒറ്റ യാഗം കൊണ്ട് തീർത്തു. അപ്പോൾ നിങ്ങൾ എന്നും യാഗം കഴിക്കുന്നിടത്ത് കർത്താവായ യേശു ക്രിസ്തു യാഗത്തിൻ്റെ പ്രത്യേകത സ്വന്തം ചുടുചോര കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്നു. ഒരിക്കലായിട്ട് ഇനിയിപ്പോൾ ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല, ഒരു നേർച്ചക്കാശികളുടെ ആവശ്യമില്ല. എല്ലാ സ്തോത്രം സകലതും കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ മറ്റു കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത യാഗം എന്താണെന്ന് ഈ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുമ്പോഴാണ് ഇതിൻ്റെ ആന്തരിക അർത്ഥം നമുക്ക് മനസ്സിലാകുകയും നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധം വർദ്ധിക്കുകയും നമുക്ക് സ്തോത്രം ആത്മീയ സത്യങ്ങളിലേക്ക് അതിൻ്റെ സത്യങ്ങൾ അറിയുവാനും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യമായി മാറുവാനും വിടുതലായി തീരുവാനും ഒക്കെ ഇടയാകും. അപ്പോൾ ഈ യാഗം ഒരിക്കലായിട്ടാണ് ചെയ്തത്. ഈ യാഗത്തിൻ്റെ ഗ്രേറ്റ്നസ്, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്ത യാഗത്തിൻ്റെ മഹത്വം 4P എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു വായിച്ചൊരു കാര്യമാണ്. അത് 4P ഉണ്ട്. അതിലൊന്ന് യാഗം കഴിച്ച പേഴ്സൺ. അത് കാളക്കൂറ്റനുമല്ല, ആട്ടുകൊറ്റനുമല്ല, പശുക്കിടാവുമല്ല. കർത്താവ് ദ പേഴ്സൺ ആരാണ് യാഗം കഴിച്ചത്? ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് യാഗമായി തീർന്നത്. അപ്പോൾ പേഴ്സൺ അതിൻ്റെ ഗ്രേറ്റ്നസ്, അതിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പുത്രൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി നിങ്ങൾക്ക് വേണ്ടി തീർന്നു. നിങ്ങളൊരു കാളകൂട്ടിനെ ഇനിയിപ്പോൾ ഒരു മറ്റൊരു ബലിക്ക് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ പ്രഷ്യസ്നെസ്, സെക്കൻഡ് P ഈസ് ദ പ്രഷ്യസ്നെസ്. ഈസ് വൺ ടൈം അവൻ്റെ രക്തം ഈസ് പ്രഷ്യസ്. ആ രക്തം പൊന്നിനേക്കാളും അത് എന്തിനേക്കാളും, പൊന്നിനേക്കാളും, അതേ വെള്ളിയേക്കാളും, ലോകത്തിലുള്ള സകലത്തിനേക്കാളും വിലയേറിയ രക്തമാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വന്തം രക്തമാണ്. പ്രഷ്യസ് ബ്ലഡ് ഈസ് പ്രഷ്യസ്. ഏറ്റവും വിലയേറിയ ഒന്നാണ് കർത്താവ് അവർക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ രക്തമല്ല കൊടുത്തത്, അത് യേശു ക്രിസ്തു കൊടുത്ത സ്വന്തം രക്തമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന പെർമനൻസ്, മൂന്നാമത്തെ P എന്ന് പറഞ്ഞാൽ പെർമനൻസ്. അത് ഒരു പ്രാവശ്യം മാത്രം ചെയ്ത യാഗമാണ്. ഇനി ഒരിക്കലും ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തെ പവർ, ദ പവർ ഓഫ് ദ സാക്രിഫൈസ്. അത് എറ്റേണൽ റിഡംഷൻ, എന്നേക്കുമായിട്ട് ഒരു വീണ്ടെടുപ്പ്. നമ്മൾ എന്നേക്കുമായി വീണ്ടെടുക്കുവാനായിട്ട് ഒറ്റ യാഗം കൊണ്ട് കർത്താവ് അന്ന് പല യാഗങ്ങൾ ചെയ്തു. ഇന്നും മനുഷ്യൻ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കോഴിപ്പെരുന്നാളും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. കോഴിവെട്ടൊക്കെ നടക്കുന്നുണ്ട്. സ്തോത്രം, പലതരം നേർച്ചക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നിങ്ങൾ പഴയ നിയമത്തിൻ്റെ തസ്തികകളിലേക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. ഒരു കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പിൻ്റെ വില എറ്റേണൽ റിഡംഷൻ എന്ന് പറയുക. എന്നേക്കുമായി കർത്താവ് ഇത് കേൾക്കുന്ന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിലും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ സ്തോത്രം, എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതായത് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുത്ത്. ഇംഗ്ലീഷിൽ പറഞ്ഞത് റാൻസം, ഹി പെയ്ഡ് റാൻസം. അതിന് കൊടുക്കേണ്ടുന്ന വില, കണ്ണിന് കണ്ണ്, ചെവിക്ക് ചെവി എന്ന് പറഞ്ഞ പോലെ അതിന് കൊടുക്കേണ്ടുന്ന വിലയെ കർത്താവ് തന്നെ പൂർണ്ണമായിട്ടും കർത്താവ് കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ബന്ധനത്തിൽ കിടക്കുന്ന, അന്ന് ആ കാലഘട്ടങ്ങളിൽ അടിമവേലയിൽ കിടന്നിരുന്ന ഒരു കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അടിമ പെണ്ണ്, ഒരു സ്ത്രീ, ഒരു വളരെ ചെറുപ്പക്കാരിയായ ഒരു അടിമ സ്ത്രീ, ഒരു പെൺകുട്ടി വളരെ ക്രൂരനായ ഒരു വ്യക്തിയുടെ കരങ്ങളിൽ, ആ വ്യക്തി അത് വാങ്ങിക്കുമ്പോൾ ആ അടിമ പെൺകുട്ടിയെ വളരെ ധനവാനായൊരു വ്യക്തി വന്നിട്ട് ആ പെൺകുട്ടിയെ കൊടുക്കണ്ടാത്ത വില കൊടുത്ത്, ആ ക്രൂരനായ വ്യക്തിക്ക് കൊടുക്കുവാൻ കഴിയാത്ത കാശ് കൊടുത്ത് അതിനെ വാങ്ങിച്ചതിന് ശേഷം ആ പെൺകുട്ടിയോട് ഈ നല്ലവനായ ധനവാനായ ഈ വ്യക്തി പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിനക്കെന്നെ സേവിക്കാം എന്ന് പറഞ്ഞ് അവളെ വാങ്ങിക്കുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് ദൈവസഭയാകുന്ന മണവാട്ടിയെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് വാങ്ങിച്ചത്. ഒന്നെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതെന്നല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഐ വുഡ് നോട്ട് ബി എ ബോൺ സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. യേശു ക്രിസ്തുവിൻ്റെ അടിമയാണ് ഞാൻ. പക്ഷേ ഐ എം എ ഫ്രീ സെർവൻറ്റ്. ചിലർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എങ്കിലും ഐ
അതിൻ്റെ വാക്കിൻ്റെ പേര് ഡ്യുലോസ് ആണ്, ഗ്രീക്ക് വേർഡ് ബോൺ സെർവൻ. യേശു ക്രിസ്തുവിൻ്റെ യൂദാവരവിനാൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ കർത്താവിനാൽ രക്ഷ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ബോൺസ് അല്ലെങ്കിൽ അടിമയാണ്. പക്ഷേ സ്വതന്ത്രനാകപ്പെട്ട അടിമ എന്നാണ് അവിടെ. അതെ, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ ഒന്നാം വായിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ യാക്കോബിൻ്റെ സഹോദരനായിരുന്നു. കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സഹോദരമായി യൂദാ പിതാവായ ദൈവത്തിലാൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതായ അതെ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ അവിടെ എഴുതിയിരിക്കുന്നത് ഈസ് എ ബോൺ സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് മറ്റു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ അഭിമാനത്തോടെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ബോൺ സെർവൻ്റാണ്. സ്തോത്രം. അങ്ങനെ ഒരു അഭിമാനം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്കമാണ്. കാരണം കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അത് പറയാൻ നമുക്ക് മടിയില്ല. അപ്പോൾ ഇവിടെ പറയുന്നു, കർത്താവ് അതിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും അല്ലേ രക്തവും, ഇത് വേറൊരു വചന സത്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ആട്ടുകൊറ്റന്മാരുടെയും 13-ാം വാക്യത്തിലാണ്, ന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അതെ, ഒരു വാക്യം അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും. അവിടെ ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തം. അപ്പോൾ അവിടെ പല തരത്തിലുള്ള യാഗങ്ങളെപ്പറ്റി ലേവ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-4 അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നമ്മൾ തൊട്ടു മുമ്പ് പറയുകയും ചെയ്തു, ആട്ടുകൊറ്റൻ്റെയും കാളിൻ്റെയും രക്തം എന്താണ് ചെയ്യുന്നത് അതിനെപ്പറ്റി നമ്മൾ വായിച്ചു. എന്നാൽ മൂന്നാമത് പറയുന്നൊരു കാര്യമുണ്ട്, പശുഭസ്മം. ഇംഗ്ലീഷിൽ പറയുന്നത് ഇസ് ദ ആഷസ് ഓഫ് എ ഹെയ്ഫർ. മലയാളത്തിൽ ഹെയ്ഫർ പശു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പശുഭസ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് റെഡ് ഹെയ്ഫർ, ചുവന്ന ഒരു പശു. അതിൻ്റെ ആ പശുഭസ്മമാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് യാഗത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിച്ച അല്ലെങ്കിൽ ഒരു ശവത്തെ തൊട്ടിട്ടാണ് വരുന്നതെങ്കിൽ ആ മനുഷ്യൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭസ്മമായിരുന്നു, അല്ലെങ്കിൽ ആയിരുന്നു ഈ പശുഭസ്മം എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി ഒന്ന് എൻ്റെ പടം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് ഈ ഒരു പശു, അത് ചുവന്ന പശു എന്ന് പറയാം, റെഡ് ഹൈഫർ. ഈ പശു മോശയുടെ കാലം തൊട്ട് രണ്ടാം ആലയം തകർക്കപ്പെടുന്നിടം വരെ ഈ നൂറ്റാണ്ടുകൾക്കുള്ളിൽ 9 ചുവന്ന പശുക്കൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഭസ്മം എടുത്തിട്ടാണ് ഇവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചുവന്ന പശു കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അതിലേക്ക് വരാം. അപ്പം അവരോട് പറയാം, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ വലിയ ശ്രേഷ്ഠമേറിയ യാഗമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചുവന്ന പശു നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം നൂറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ ഏകദേശം 9 പശുക്കൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഭസ്മം വളരെ ചെറിയൊരു അംശം മാത്രമേ എടുത്തിട്ട് ഇവരതിനെ യൂസ് ചെയ്യത്തുള്ളൂ. ചത്ത അല്ലെങ്കിൽ ശവത്തെ തൊട്ട വ്യക്തി 7 ദിവസം അവൻ വേർപെട്ടിരിക്കണം. അതിന് 3 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മേൽ ഈ പശുഭസ്മം തളിക്കുന്നത്. അപ്പം ഈ പശുഭസ്മം എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്? അത് നമ്പേഴ്സ് 19 അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്കത് സമയമുള്ളപ്പം ഞാൻ കൂടുതൽ അത് പറയുന്നില്ല. ദേവദാരു, ഹിസോപ്പ്, ചുവന്ന ചരട്, അതും ഈ പശുവിൻ്റെ മാംസവും കൂടെ അത് ഒരുമിച്ച് ഒരു വെളിമ്പ്രദേശത്ത് കൊണ്ടുപോയിട്ട്
അവിടെ ഒരു യാഗം കഴിച്ച് അത് കത്തിച്ചിട്ട് അതിൻ്റെ ചാരം, അതിൻ്റെ ഭസ്മം എടുത്തിട്ട് അവർ സൂക്ഷിച്ചു വെക്കും, ഒരു വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും അവർ കുളിച്ചിട്ടും അല്ലെങ്കിൽ വളരെ വിശുദ്ധിയോടെ വേണം അവർ കടന്നു വരുവാൻ ഇടയാകേണ്ടത്. അപ്പം ചെയ്യുന്ന വ്യക്തി വളരെ ഭയത്തോടെ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സമയമുള്ളപ്പോൾ ആർക്കും താല്പര്യം വായിക്കാം. അപ്പോൾ ആ ഭസ്മം അവരെടുത്തിട്ട് അവർ വെള്ളത്തിൽ മുക്കിയിട്ട് വെള്ളത്തിൽ അത് ഇട്ടിട്ട് ഈ ചത്ത അല്ലെങ്കിൽ ചത്ത ശവത്തെ തൊട്ട വ്യക്തിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ ഇത് തളിക്കും. അവരുടെ അശുദ്ധി നീങ്ങുന്ന അങ്ങനെയാണ്. അപ്പോൾ ഈ റെഡ് ഹൈഫർ, ഈ ചുവന്ന പശു എന്ന് പറയുന്നത് ഒരു പെൺ പശുവാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ഒരിക്കലും നുകം വയ്ക്കപ്പെടാത്ത ഒരു പശുവായിരിക്കണം. അത് പെർഫെക്റ്റ്ലി അത് നല്ല ചുവന്ന കളറുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിന് ചുവന്ന നിറമുള്ളതായിരിക്കണം. അപ്പം നമ്മൾ ഈ പശുവിനെ ഇന്ന് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ ആലയത്തിൻ്റെ പൂർണ്ണത കടന്നു വരാത്തത്. അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ മൂന്നാം ആലയം പണിയപ്പെടും എന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. സെപ്റ്റംബർ 15 2022 ടെക്സസിൽ നിന്നും ഈ പശുക്കളെ അവർ കൊണ്ടുവന്നതായിട്ട് പറയുന്നു. ഇത് സത്യമോ തെറ്റോ എന്തെങ്കിലും എന്താണെങ്കിലും ഈ ഒരു യാഗത്തിനുള്ള പശു, ചുവന്ന പശു, അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇല്ലാതായി തീർന്നു. അപ്പോൾ ഈ അടുത്ത യാഗം, പശുഭസ്മത്തിൻ്റെ യാഗം കഴിക്കുന്നത് യഹൂദൻ്റെ വിശ്വാസ പ്രമാണം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷകൻ വരുമ്പോൾ ആ രക്ഷകൻ ആണ് അത് ചെയ്യാൻ പോകുന്നത് വിശ്വസിക്കുന്നു. അത് പക്ഷേ അന്തിക്രിസ്തു ആയിരിക്കാം, ആരുമാകട്ടെ. അപ്പോൾ ഈ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 19:9 അവിടെ പറയുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും ഒരു ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ഇതിനകത്തുള്ള ഒരു സത്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വയ്ക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. അതൊരു പാപയാഗം. പശുക്കിടാവിൻ്റെ ഭസ്മം വാരിയവനും വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശിക്കും ഇത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കും. 17-18 വാക്യം ഉണ്ടെങ്കിൽ വായിക്കാം. അശുദ്ധനായി തീരുന്നതിന് വേണ്ടി പാപയാഗം ചുട്ട ഭസ്മം എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉറവ് വെള്ളം ഒഴിക്കണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ ഈസോപ്പ് എടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെയും സകല പാത്രങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അസ്ഥിയോ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ ഒരു ശവക്കുഴിയോ തൊട്ടവനെയും തളിക്കണം. അതെ, ഇത് ഇവിടെ കാണുന്ന ഈ ചുവന്ന പശുവിൻ്റെ യാഗം യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്പേഴ്സ് ഇപ്പോൾ വായിച്ച 19-ാം സംഖ്യാപുസ്തകം 19:3 എവിടെ വെച്ചാണ് ഈ യാഗം നടക്കുന്നത്? നിങ്ങൾ അതിനെ പുരോഹിതനായ എലയാസറിൻ്റെ പക്കൽ ഏൽപ്പിക്കണം. അവൻ അതിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുകയും ഒരുവൻ അതിനെ അവൻ്റെ മുമ്പിൽ വെച്ച് അറുക്കുകയും വേണം. അപ്പോൾ ഈ ചുവന്ന പശുവിനെ അറുക്കുന്നത് പാളയത്തിൻ്റെ പുറത്താണ്. സ്തോത്രം. നോക്കുക, നമ്പേഴ്സ് 19:3 പറയുന്നു, ഈ ചുവന്ന പശുവിനെ, അതായത് ലോകത്തിൻ്റെ ജഡത്തിൽ ഉള്ള പാപത്തിൻ്റെതായ എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വരുന്ന ഒരുവന് ചെയ്യുന്ന അല്ലെങ്കിൽ ചത്ത ശവം എന്ന് പറഞ്ഞാൽ മരിച്ചതായിട്ടുള്ളെങ്കിൽ ലോകത്തിൻ്റെതായ പാപങ്ങളും അതിൻ്റെ പിന്നാലെ പോയി മ്ലേച്ഛതകളിലും പോയൊരു വ്യക്തിക്ക് തിരിച്ചു വരുമ്പോൾ, അത് ദൈവസന്നിധിയിൽ വരുമ്പോൾ കഴിക്കപ്പെടുന്ന ഒരു യാഗമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം ഈ ചുവന്ന പശുവിനെ. എന്നിട്ട് അവിടെ വെച്ചാണ് അതിനെ കൊല്ലുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഹെബ്രായക്കാർക്ക് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ
നമ്മൾ പലപ്പോഴും പാട്ട് പാടുമ്പോൾ നമ്മൾ പാടാറുള്ളതാണ്. അവിടെ പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക നാം പാടുപെട്ട യേശുവിന് നിന്ന ചുമക്കാം എന്ന് പറയുന്ന ആ പാട്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഹെബ്രായക്കാർക്ക് ലേഖനം 13:11-12 വാക്യങ്ങൾ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അതെ, അപ്പോൾ നഗരവാതിലിന് വെച്ച് കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കാൽവരിയുടെ ക്രൂശിൽ കർത്താവായ യേശു നഗരവാതിലിന് പുറത്ത് വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തു കൊല്ലപ്പെട്ടത്. അപ്പോൾ നഗരവാതിലിന് വെച്ച് പുറത്ത് കഷ്ടം അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഇന്ന് ആ യാഗത്തിൻ്റെ പൂർത്തീകരണം കൂടി കർത്താവ് ചെയ്യുവാനിടയായി. അപ്പോൾ ഈ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന സകല യാഗങ്ങളുടെയും അത് ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ മാത്രമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു വന്നതോടുകൂടി ആ യാഗങ്ങളെ മുഴുവൻ പൂർത്തീകരിച്ചു. ചിലർ പറയാറുണ്ട് ക്രിസ്ത്യൻ റിലീജിയൻ ഈസ് എ ബ്ലഡി റിലീജിയൻ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും രക്തമാണ്. ഈ 9-ാം അധ്യായം വായിച്ചു നോക്കിയാൽ പലയിടങ്ങളിലായിട്ട് രക്തം രക്തം രക്തം, എല്ലായിടത്തും രക്തമാണ്. സ്തോത്രം. ആ രക്തമാണ് ഒരുവൻ്റെ വീണ്ടെടുപ്പ്. അപ്പോൾ 1000 കോലാട്ടുകൂറ്റന്മാർ ആമേൻ അനേക ബലികൾ നടക്കുമ്പോൾ അവിടെയെല്ലാം ഒഴുകിയ രക്തം ഒന്നിനും ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ രക്ഷ കൊണ്ടുവരാൻ സാധിച്ചില്ല. പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് അത് ഒരു നിഴലായി മാത്രമേ നിൽക്കുന്നുള്ളൂ. എന്നാൽ അന്ന് ചെയ്ത യാഗങ്ങൾ ഒരുവൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റമെന്റ് ഓൾഡ് കവനന്റ് വാസ് ഗ്ലോറിയസ്. അത് ദൈവം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അന്ന് അവർ ചെയ്ത പാപത്തെ തീർച്ചയായിട്ടും അത് കഴുകി മാറ്റിയിരുന്നു, വെറുതെ ചെയ്തതല്ല. അത് യഥാർത്ഥത്തിൽ പറഞ്ഞ പ്രമാണപ്രകാരമാണ് ചെയ്തിരുന്നുവെങ്കിൽ അന്ന് വരെയും ചെയ്ത ആമേൻ പാപങ്ങളെ ശുദ്ധി വരുത്തിയിരുന്നു. അത് യഹൂദന് മാത്രമുള്ളതായിരുന്നു, ജാതികൾക്കില്ലായിരുന്നത്, നമുക്കില്ലായിരുന്നു. പക്ഷേ യേശു വന്നതോടുകൂടി ഇനിയിപ്പം യാഗവുമായിട്ട് ഒരു ആലയത്തിനകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു വരാൻ സാധിക്കും. അവിടെ 14-ാം വാക്യം നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. ഹെബ്രായക്കാർക്ക് 9:14. പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഈ ലേഖകൻ പറയുകയാണ്, ഈ മൃഗബലികൾക്ക്, ഈ മൃഗത്തിൽ നിന്നൊഴുകിയ രക്തത്തിന് നിങ്ങളുടെ പാപങ്ങളെ മോചിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് നിങ്ങൾ ജഡിക ശുദ്ധി മാത്രമേ വരുത്തിയിരുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമേ നടന്നിരുന്നുള്ളൂ. പക്ഷേ പാപത്തിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള ഒരു ശക്തി, ഒരു കൃപ ഒരിക്കലും ഈ യാഗങ്ങൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഒരു ആത്മീയ വിഷയമാണ്. അത് കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അത് ശുദ്ധി വരുത്തുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു ആകുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു, ആ ദൈവം തന്നെ നിന്ന് വന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായ, നിത്യാത്മാവിനാൽ ഭൂജാതനായ ദൈവത്തിൻ്റെ പുത്രനായി ജഡ അവതാരം ചെയ്ത് മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ട് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായ അർപ്പിച്ച, ഒരിക്കലും പാപം ലവലേശം യേശാതെ അവൻ്റെ നാവിൽ നിന്നും വഞ്ചന വന്നില്ല. അതേ, ഇന്ന് വരേക്കും ഒരു പാപത്തിൻ്റെ ചിന്ത പോലും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നിരുന്നില്ല. അങ്ങനെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് മക്കളെ എന്നാണ് യഹൂദന്മാരോട് അന്നുണ്ടായിരുന്ന ഹെബ്രായ വിശ്വാസികൾ, പുതുതായി വന്ന മെസ്സിയാനിക് ജ്യൂസിനോട് പറയുന്നത്. നിങ്ങൾ കഴിച്ച രക്തത്തിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായ രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഒരിക്കലായി കഴിച്ചു, ഇനി കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ വീണ്ടും ആലയത്തിൽ പോയി പഴയ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നും ആചരിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ചെയ്ത കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ജീവനുള്ള നിങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഇടയാക്കുന്നു. അത് വീണ്ടും വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സാക്ഷിയെ, നിങ്ങൾക്ക് പുറമേയുള്ള ജഡികശുദ്ധി വരുത്തിയെങ്കിൽ ഈ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സാക്ഷിയെ കഴുകുന്ന, നിർജീവ പ്രവൃത്തികളെ പോക്കുവാൻ, നിങ്ങളുടെ മനസ്സാക്ഷിയെ കഴുകുവാൻ കഴിയുന്ന രക്തം. പാപം വരുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളിൽ നിന്നാണ്. ആ പാപത്തിൻ്റെ ചിന്തയെ തന്നെ കടിഞ്ഞാണിടുവാൻ, അവിടെ തന്നെ പാപത്തെ ക്ഷയമെടുക്കുവാൻ, മനസ്സാക്ഷിയിൽ തന്നെ ആ വരുന്ന ചിന്തകളെ പോലും, പാപചിന്തകളെ പോലും കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഒരു രക്തമുണ്ട്. അത് പുറമേ തളിക്കുന്ന രക്തമല്ല, അതകമേ ഏറ്റെടുക്കാൻ കഴിയുന്ന രക്തമുണ്ട്. അത് ദൈവപുത്രൻ്റെ സ്തോത്രം. ആ രക്തമാണ്. ആ രക്തം നിത്യാത്മാവിനാൽ സ്വന്തം ജീവനെ കൊടുത്ത, ആ നിത്യാത്മാവിനാൽ വീണ്ടും യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിനാൽ ഉള്ള അവൻ കടന്നു വന്ന രക്തമാണ്. ആ എന്തുകൊണ്ടാണ് രക്തം തളിക്കപ്പെടുന്നത്? വളരെ ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നിങ്ങൾ യഹൂദന്മാരുടെ പ്രമാണത്തിൽ രക്തം തളിക്കപ്പെടുന്നത്? ദൈവ വചനം അല്ലെങ്കിൽ പാപത്തിൻ്റെ കാഠിന്യം, പാപം, സിൻ ഈസ് സീരിയസ്. നമ്മൾ പലരും പാപം സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, വചനത്തെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുന്നവൻ മരിക്കണമെന്ന നിത്യമരണമാണ്. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറയുന്നു, വായിക്കണമെന്നില്ല, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സ്തോത്രം. പാപം ചെയ്യുന്നവൻ മരിക്കണമെന്നുള്ളത് മോശയുടെ ദൈവം പ്രമാണം കൊടുത്തതാണ്. അപ്പോൾ ലേവ്യരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഞാൻ ചില പഴയ നിയമത്തിലെ വചനങ്ങളും പുതിയ നിയമത്തിലെ വചനങ്ങളും ഒരുമിച്ച് ചേർക്കുവാൻ ശ്രമിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരുപാട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും. പക്ഷേ അത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അത് നമുക്കത് ആ സത്യം നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയുവാനുമൊക്കെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. അപ്പോൾ മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തമുണ്ടെന്ന് ചോദിച്ചാൽ 6 ലിറ്റർ ഉണ്ടെന്നാണ് എൻ്റെ എൻ്റെ ചെറിയ അറിവിൽ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ജീവൻ നൽകുന്ന രക്തമാണ്. ആ രക്തം പോയാൽ തീർന്നു, നമ്മുടെ ജീവൻ അതിലൂടെ പോയി. അപ്പോൾ യാഗപീഠത്തിൻ്റെ മേൽ പാപം ചെയ്യുന്നവന് പ്രായശ്ചിത്തം കഴിക്കണമെങ്കിൽ ഈ ജീവൻ നൽകുന്ന രക്തം കൊടുത്തെങ്കിൽ മാത്രമേ അതിന് പ്രായശ്ചിത്തമാകത്തുള്ളൂ. അത് കൊടുക്കുന്നത് ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞാടിൻ്റെ രക്തമായിരിക്കും അത് കൊടുക്കുന്നത്. അപ്പോൾ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ പാപത്തിൻ്റെ മോചനം രക്തത്താലാണ്. ജീവൻ രക്തത്തിലാണ്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണ്. മാംസത്തിൽ ചെയ്യുന്ന പാപം, ജഡത്തിൽ ചെയ്യുന്ന പാപം, ആമേൻ, അതിന് വീണ്ടെടുപ്പ് വേണമെങ്കിൽ, അതിന് പാപക്ഷമ വേണമെങ്കിൽ, അതിന് വിശുദ്ധീകരണം വേണമെങ്കിൽ, അതിന് കഴുകൽ വേണമെങ്കിൽ, അതിന് മോചനം വേണമെങ്കിൽ ഒറ്റ കാര്യം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇറ്റ്സ് ഓൺലി ത്രൂ ദ ബ്ലഡ്. ഒരു ദൈവദാസൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ദ വേ ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വഴി രക്തത്തിൻ്റെ വഴിയാണ്. രക്തം ചൊരിയപ്പെട്ട വഴിയാണ്. ആ രക്തത്തിലൂടെയാണ്, ആ രക്തം ചൊരിഞ്ഞുമാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. സ്വന്തം ചുടുചോരയുമായിട്ടാണ് നമുക്ക് മഹാപുരോഹിതനായ കർത്താവ് ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിപ്പോയത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഒരു ആലയമുണ്ട്. ആ ആലയത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പോയി. ആലയം സ്വർഗീയ ആലയമാണ്. സ്വർഗീയ ജെറുസലേം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മൾ മുമ്പ് പറഞ്ഞ യാഗങ്ങൾ, പശുഭസ്മത്തിനും അതേ കോലാട്ടുകൂറ്റൻ്റെ രക്തവും കാളക്കൂറ്റൻ്റെ രക്തവും ഒക്കെ ആമേൻ പുറമേ ഉള്ള ചെയ്ത പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എത്രയധികം അത് ചെയ്യാൻ കഴിയുമെങ്കിൽ, പഴയ നിയമത്തിൽ ഒരു മൃഗത്തിൻ്റെ രക്തത്തിന് പാപം കഴുകിക്കളയാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതും വിശ്വാസമാണ്. അവർ രക്ഷിക്കപ്പെടുന്നതും വിശ്വാസത്താലാണ്. മൃഗത്തിൻ്റെ രക്തം മൂലം ഒരു രക്ഷയുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമില്ലാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ സാധിക്കത്തില്ല. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്കും കടന്നു വരുമ്പോൾ നമുക്കും വിശ്വസിക്കാൻ കഴിയണം, ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ
ഞങ്ങളുടെ പാപങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല പാപങ്ങൾക്കും ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഹി ഹാസ് ഓൾറെഡി ഗിവൻ എ റാൻസം, അതിന് വേണ്ടുന്ന വില കൊടുത്തു. അത് യേശുവിൻ്റെ രക്തം തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ആമേൻ പ്രിയ മക്കളെ, എന്ന് ഈ ഹെബ്രായ വിശ്വാസികളോട് പറയാം. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആ മൃഗത്തിൻ്റെ രക്തത്തിൽ വിശ്വസിച്ചുവെങ്കിൽ നിങ്ങൾ നിത്യാത്മാവിനാൽ ജനിക്കപ്പെട്ട ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഒരുവനെ വീണ്ടെടുക്കുന്നത്. ഇറ്റ്സ് ബൈ ദ പവർ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മൃഗം യാഗത്തിന് ഒരു മൃഗം പോകുമ്പോൾ ഈ മൃഗത്തിന് അറിയത്തില്ല മൃഗത്തെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കാൻ പോകുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ചെമ്മടി ആടിനെ പോലെയും അവൻ മിണ്ടാതിരുന്നു, വായെ തുറക്കാതിരുന്നു. ഈ മൃഗത്തിന് അറിയത്തില്ല അന്ന് കൊണ്ടുപോയ ഒരു മൃഗത്തിന് പോലും ആ മൃഗത്തിന് അറിയില്ല അതിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഒരു പക്ഷേ കൊല്ലാൻ കൊണ്ടുപോകാന്ന് അറിഞ്ഞെങ്കിൽ അന്ന് കുടഞ്ഞേനെ, അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചേനെ. പക്ഷേ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തമായി അറിയാമായിരുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഹി വാസ് എ മാൻ വിത്ത് എ മിഷൻ ടു ഡൈ. മരിക്കുവാൻ വേണ്ടി മാത്രം, രക്തം ചൊരിയുവാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളല്ല യേശുവിനെ ശ്രേഷ്ഠനാക്കുന്നത്. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ള അത് ശ്രേഷ്ഠനാക്കുന്നുണ്ട്. പക്ഷേ അത് പ്രവൃത്തികൾ അനേകർ ചെയ്തിട്ടുണ്ട്. ഏലിയാവ് ചെയ്ത പ്രവൃത്തികളൊക്കെ ഉണ്ട്. മോശ ചെങ്കടലിനെ പിളർന്നിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പുത്രനെ ശ്രേഷ്ഠനാക്കുന്നത്, അവനെ മോശയെക്കാളും ഉന്നതനാക്കുന്നത്, അവനെ ആലയത്തെക്കാളും ഉന്നതനാക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന യോശുവയെക്കാളും ഉന്നതനാക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന മോശയെക്കാളും ഉന്നതനാക്കുന്നത്, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ ആ കർത്താവായ യേശു ദൈവത്തിനായി ചെയ്ത യാഗമാണ് കർത്താവിനെ വ്യത്യസ്തനാക്കുന്നത്. ഹല്ലേലൂയ. അതാണ് അവനെ കർത്താവിനെ ശ്രേഷ്ഠനാക്കുന്നത്. ആമേൻ. അതിന് അബ്രഹാമിനോ മോശയ്ക്കോ അവന് തത്തുല്യം നിൽക്കുവാനോ അവൻ്റെ അടുത്ത് നിൽക്കുവാനോ പോലും സാധിക്കത്തില്ല. കാരണം he became a sacrifice. അവൻ യാഗമായി തീർന്നു. ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരമായിരിക്കുന്ന ആലയം തന്നെ സ്വന്തം ശരീരത്തെ ഒരു യാഗമൃഗമായി സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് തയ്യാറായി. നോക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഏലിയാവ് എടുക്കപ്പെട്ടു. ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട വ്യക്തികൾ രണ്ടുപേരെ ഏലിയാവും ഹാനോക്കുമാണെന്ന് പറയപ്പെടുന്നു. മറ്റാരും എടുക്കപ്പെട്ടതായിട്ട് ഇല്ല, രണ്ടുപേരേ ഉള്ളൂ. അവർ രണ്ടുപേര് വീണ്ടും വരുമെന്നും പറയുന്നുണ്ട്. മോശ എടുക്കപ്പെട്ടില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ജീവിച്ചിരുന്നപ്പോൾ എടുക്കപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു യാഗം കഴിക്കാതെ ഭൂമിയിൽ നിന്നും പോകാമായിരുന്നു ഏത് സമയത്തും. He could have gone back to heaven. ഞാൻ പറഞ്ഞ വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ്. He could have gone. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് മുമ്പിൽ ഹെബ്രായക്കാരുടെ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതാ വരുന്നു പുസ്തകച്ചുള്ളിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന പോലെ, ഇതാ ഞാൻ വരുന്നു നിന്റെ ഹിതം ചെയ്യുവാൻ. അപ്പോൾ മരിക്കുവാൻ വേണ്ടി പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനുശേഷം താൻ ഏറ്റവും ഹീനമായൊരു മരണം, ഒരു രക്തച്ചൊരിച്ചിൽ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന് വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു അറിയാമോ. അതുകൊണ്ടാണ് പത്രോസിന് മുമ്പിൽ നിൽക്കുമ്പോഴും പത്രോസിനോട് പറഞ്ഞ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പത്രോസ് അവനെ മാറ്റി വിളിച്ചിട്ട് നീ ഒരു നാളും അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, പിശാചേ അവൻ അവിടെ വിട്ടുപോകുവാൻ അവിടെ പറയുന്നുണ്ട്. കാരണം കർത്താവ് ഏത് മൃഗത്തിനും ഏത് മൃഗത്തിനും അറിയില്ല. പക്ഷേ ജീസസ് ന്യൂ ഫ്രം ഹിസ് ടൈം. യേശുവിന് അറിയാമായിരുന്നു 33.5 തിരുവയസ്സിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പെർഫെക്റ്റായ ഒരു മൃഗം എന്നതുപോലെ ഒരു യാഗമായി തീരുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത്. അതിനു മുമ്പ് യേശു ക്രിസ്തു ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്പോട്ടിൽ വെച്ചും യേശുവിന് മാറിപ്പോകാമായിരുന്നു. അവിടെ യേശു ക്രിസ്തു വിയർപ്പ് തുള്ളികൾ രക്തമായി എന്നതുപോലെ ആയിത്തീരുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ.
എന്ന് പറഞ്ഞ് കർത്താവ് കരയുന്നുണ്ട്. നമ്മളായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയാനെ. നമുക്ക് പിന്നെ അത് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ ദൂതന്മാർ വന്ന് കർത്താവിനെ ബലപ്പെടുത്തുന്നുണ്ട്. പിതാവ് കർത്താവിനെ ബലപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു യാഗമൃഗം വന്നതുപോലെ വന്ന ആ റോമൻ പടയാളികളുടെ മുമ്പിലും അവിടെ നിന്നിരുന്ന പുരോഹിതന്മാർക്കും മുമ്പിലും ന്യായശാസ്ത്രികൾക്ക് മുമ്പിലും ഒരു കുഞ്ഞാടെന്ന പോലെ അവനെ പിടിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്തോത്രം, ആർക്കും മനസ്സിലായില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടന്ന കാരണമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നും നമ്മളെ ആ കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ നിമിഷവും ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. ക്രൂശിനെ കർത്താവിന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വന്നത് ഹല്ലേലൂയ ഹെബ്രായ വിശ്വാസികളെ മറ്റൊരു രീതിയിൽ പറയുകയാണ്, ഈ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ ലേഖന കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്ന ക്രിസ്തു, സ്തോത്രം, ആ ക്രിസ്തുവിൻ്റെ യാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. മറ്റെല്ലാ യാഗങ്ങളെക്കാളും ഈ ആലയത്തെക്കാളും എല്ലാത്തിനേക്കാളും ഉന്നതനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഈ കർത്താവിന്റെ യാഗത്തിൽ വിശ്വസിക്കാൻ മാത്രം തയ്യാറായാൽ മതി. അപ്പോൾ ഇന്ന് ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ കഴിഞ്ഞകാല പാപങ്ങളും ആ വ്യക്തിക്ക് ഇനി ചെയ്യാൻ പോകുന്ന ആ പാപത്തിൽ നിന്നും ഒരു വീണ്ടെടുപ്പ്, അതുകൊണ്ടാണ് മനസാക്ഷിയെ കഴുകുന്ന രക്തമെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ രക്തം ചൊരിഞ്ഞു, ഭൂമിയിൽ രക്തം വീണു. ആ രക്തവുമായി യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ചിലപ്പോൾ എൻ്റെ ചെറിയ ചിന്തകൾക്കുള്ളിൽ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് ഒരുപാട് സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പലതും നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാം. പക്ഷേ നമ്മളെല്ലാം പറയുന്ന പോലെ നമുക്ക് ആർക്കും ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. പക്ഷേ ഭൂമിയിൽ നിന്ന് സ്വന്തം രക്തവുമായി സ്വർഗ കവാടത്തിലേക്ക് കടന്നു പോകുക, സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയോളം ഇവിടെ ചൊരിഞ്ഞ രക്തവുമായി യേശു പോയെന്ന് പറയപ്പെടുന്നു. ആ രക്തം പിതാവിനെ കാണിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ഇത് വീണ്ടെടുപ്പിൻ്റെ രക്തമാണ്. നീ പറഞ്ഞ ദൗത്യത്തെ ഞാൻ പൂർത്തീകരിച്ചു. ഐ ഹാവ് ഡൺ എ പെർഫെക്റ്റ് ജോബ്. ഞാനൊരു ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു യാഗം. ഇനി അതിനകത്ത് പിശാചിന് അതിനുമേൽ വാത് കെട്ടാൻ കഴിയത്തില്ല. ഒരു കുറവുമില്ലാതെ മോശ പറഞ്ഞ സകല ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളും നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ആമേൻ 5 യാഗബലികൾ ഞാൻ അതിൻ്റെ എല്ലാ പൂർത്തീകരണങ്ങളും ചെയ്തു. പിതാവേ, ഇനി ഈ ജനത്തെ എനിക്ക് വിട്ടുതരണം എന്ന് കർത്താവ് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന, ഭൂമിയിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, സ്തോത്രം, ഈ പ്രപഞ്ച ഗടാഹത, ഈ ഉലഗടാഹത ഉരുവാക്കി കൊണ്ടുപോകുന്ന സകലതും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരുവൻ്റെ ആ വ്യക്തിയുടെ യാഗം, സ്തോത്രം, അതിന് ഒരിക്കലായി കഴിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അതിൻ്റെ സൃഷ്ടാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. മനുഷ്യനായ യേശു ജനിക്കുമ്പോൾ യേശു ക്രിസ്തു മൃഗത്തിൻ്റെ രൂപത്തിലല്ലോ മാലാഖയുടെ രൂപത്തിലോ ദൂതന്മാരുമായിട്ടുള്ള വന്നത്. ആ 2 കൈയും 2 കാലും 1 തലയും 2 കണ്ണും 1 മൂക്കും 2 ചെവിയും 1 വിരൽ പോലും കൂടുതലല്ല. ആമേൻ, മനുഷ്യൻ്റെ ആകൃതിയിലും പ്രകൃതിയിലും തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നു. അടിമയെന്നോണം അവൻ ജീവിച്ചു. ഏറ്റവും താഴ്ന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. ഏറ്റവും പാവപ്പെട്ടവനായി അവൻ ജനിച്ചു. ഒരു കന്നുകാലി തൊഴുത്തിലല്ല അവൻ ജനിച്ചത് വഴിയിലാണെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്നെടുത്ത് പശുത്തൊഴുത്തിലേക്ക് വെച്ച് അതേ 2 കരങ്ങളും ആമേൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ഭൂമിയിൽ മരിക്കാനൊരു സ്ഥാനം അവർ കൊടുത്തില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കരങ്ങളും വിരിച്ച് തൻ്റെ മാർവേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവസാനത്തെ തുള്ളി ചോരയും നമുക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തുകൊണ്ട് പിതാവേ സകലതും പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു യാഗത്തെ കഴിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മോശയ്ക്ക് സാധിക്കത്തില്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഏലിയാവിന് സാധിക്കത്തില്ല, നിങ്ങൾ വിശ്വസിക്കുന്ന യോശുവായ്ക്ക് സാധിക്കത്തില്ല, നിങ്ങൾ പറയുന്ന അബ്രഹാമിന് സാധിക്കത്തില്ല, നിങ്ങൾ ഒരു പ്രവാചകന്മാർക്കും കഴിയത്തില്ല. അത് ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ സർവശക്തനായി ദൈവത്തിൻ്റെ പുത്രനായി ഈ ഭൂമിയിൽ ആമേൻ ജനിച്ച് 33 വയസ്സോളം ജീവിച്ച് പരിശുദ്ധമായ പാവനമായ ഒരു നിഷ്കളങ്കനായി ആമേൻ ജീവിച്ച് തൻ്റെ ജീവനെ ആമേൻ മറുവിലയായി കൊടുക്കുവാൻ തയ്യാറായ ഒരു യാഗവസ്തു, ഒരു മൃഗമായി തീരുവാൻ ആമേൻ തയ്യാറായ ഒരു യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇതുക്കുള്ള എനിക്ക് പറയാൻ എനിക്കറിയില്ല. സ്തോത്രം.
ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ആ രക്തത്തിൽ നിങ്ങൾ പുറമേ ശുദ്ധി വരുത്തുവാൻ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ വരേക്കും ചെയ്യാം. പക്ഷേ ഈ രക്തത്തിൽ നിങ്ങളെ ശാപത്തെ വിടുവിക്കാൻ കഴിയും. 4 തലമുറ വരെ കടന്നു പോകുന്ന ശാപത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുന്ന രക്തമാണിത്. 4 തലമുറ വരെ ശാപം കടന്നു പോകുമെന്ന് മോശയുടെ പ്രമാണം പറയുന്നു. സ്തോത്രം. പക്ഷേ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഗലാത്യർ 3:13 പറയുന്നത് പോലെ തന്നെ അവൻ മറുശാപമായി തീർന്നു. ക്രൂശിൽ അല്ലെങ്കിൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന തിരുവെഴുത്തിനെ കർത്താവ് അതിനെ അവൻ തിരുത്തി കുറിക്കുകയാണ്. അത് കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാൻ പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നത്, ആ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് നമുക്ക് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ പകരുവാൻ വേണ്ടിയാണ്, നമുക്ക് ജീവനെ പകരുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ഒരുവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചിന്തകളിലൂടെ വരുന്ന പാപത്തിൻ്റേതായ മണ്ഡലങ്ങളിൽ ജയമെടുക്കുവാൻ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കൂട്ടുബന്ധങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന എല്ലാ പാപചിന്തകളെയും ജയമെടുക്കുവാൻ, നമ്മുടെ നമ്മുടെ ദുഷ്ട മനസാക്ഷിയെ ഏത് സമയത്തും പാപബോധം തന്ന് ആ നിമിഷത്തിൽ തന്നെ അതിനെ ഏറ്റുപറഞ്ഞ് കഴുകി വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ രക്തം. അതാണ് മനസാക്ഷിയെ കഴുകുന്ന രക്തം. മറ്റേ രക്തമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമേ കഴുകാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. അതൊക്കെ പുറത്ത് തളിക്കപ്പെടുന്ന രക്തമാണ്. ആ പശുഭസ്മത്തിനും ഒക്കെ നിങ്ങളെ വിടുവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു, സ്തോത്രം, ആ രക്തത്തിൻ്റെ പരിപാവനത, ആ രക്തത്തിൻ്റെ വില, ആ രക്തത്തിൻ്റെ ശ്രേഷ്ഠത, ആ യാഗത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം എബ്രായ വിശ്വാസികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. നമുക്ക് 15 അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി 15-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് തൊട്ടിട്ടുണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ആഗ്രഹിക്കുന്നു. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് ദിവ്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി. അപ്പോൾ പഴയ നിയമത്തിൽ അന്നുണ്ടായിരുന്നവർ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നു. അവർ വീണ്ടെടുക്കുന്ന ഒരു യേശു ഉണ്ടെന്ന്, അല്ലെങ്കിൽ അവരെ രക്ഷിക്കുന്ന ഒരു മെസ്സയ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവൻ ഉദ്ധാരകനായി വരും, അവൻ വീണ്ടെടുപ്പിനായി വരും. അതാണ് സെക്കറിയ പ്രവാചകന്റെ പുസ്തകം സെക്കറിയ പ്രവാചകൻ പറയുന്നുണ്ട്. യൂക്കോസിന് സുവിശേഷം 1:68 വായിക്കണമെന്നില്ല. അവിടെ പറയുന്നു, സെക്കറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിച്ച് പറയുന്നത്, ഇസ്രായേൽ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുക. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് വരവിന് മുൻപായിട്ട് അദ്ദേഹം പറയുകയാണ്, ജനത്തെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരുവൻ ഇസ്രായേൽ ജനിക്കും. അതിനുശേഷം ഒരു അന്ന പ്രവാചിക ആലയത്തിനുള്ളിൽ യേശു ജനിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടെടുക്കുവാൻ വരുന്നവൻ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട്. ഒരു വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ഒരു മരണം നടക്കണം. സ്തോത്രം. നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം, അതായത് ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നും വീണ്ടെടുപ്പിനായി അന്ന് മരണം, അത് മൃഗങ്ങളുടെ മരണമാണെന്ന് നടന്നുകൊണ്ട് മൃഗങ്ങളുടെ ജീവനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്. അപ്പോൾ അന്നുണ്ടായിരുന്ന ലംഘനങ്ങളിൽ നിന്നും നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഉറപ്പ് അന്ന് ആർക്കും കിട്ടിയിരുന്നില്ല. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കേൾക്കുന്ന പ്രിയ ഹെബ്രായ വിശ്വാസികളെ ഞാൻ പറയുന്നതല്ല, ഞാൻ വിശ്വസിക്കുക, അദ്ദേഹം വേറെ മറ്റു രീതിയിൽ പറയുകയാണ്, നിങ്ങൾക്ക് നിത്യാവകാശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു എറ്റേണൽ സാൽവേഷൻ, ഒരു നിത്യരക്ഷ നിങ്ങൾക്കുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ് കിട്ടണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരണം. യേശുവിൻ്റെ അടുക്കൽ വരണം.
ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടാകണം. അന്ന് മൃഗങ്ങൾ കൊല്ലപ്പെട്ടു, പക്ഷെ അതിനൊന്നും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ നിത്യാവകാശത്തിന് വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ ഒരു മരണം നടക്കണം. ആ മരണം രക്തച്ചൊരിച്ചിലൂടെ നടക്കുന്ന മരണമായിരിക്കണം. അത് വീണ്ടെടുപ്പിൻ്റെ ജീവൻ കൊടുക്കുന്ന ഒരു യാഗമായിരിക്കണം. അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. മോശ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടെ നിൽക്കുന്നത്. അതേ കർത്താവായ യേശു ക്രിസ്തു ലൂടെയാണ് പിതാവിനും ദൈവത്തിനും മനുഷ്യനും മധ്യയായി നിൽക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനായി, ഒരു രക്ഷകനായി, ഒരു മധ്യസ്ഥനായി നിൽക്കുന്ന പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിനുണ്ടായിരുന്നവർ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അവർ ചെയ്തൊക്കെയും ഈ വരാൻ പോകുന്ന മെസ്സിയായിലൂടെ നടക്കാൻ പോകുന്ന കാര്യത്തെ കണ്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പൂർത്തീകരണം നടന്നപ്പോഴും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്ന് ആ പൂർത്തീകരണം നടന്നതിന് ശേഷം അവർ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ നോക്കുന്നത് 2025 വർഷം പിന്നോട്ട് നോക്കിയിട്ട് നമ്മൾ പറയും, സ്തോത്രം, എനിക്ക് വേണ്ടി ഒരുവൻ കാൽവയുടെ ക്രൂശിൽ യാഗമായി തീർന്നിരിക്കുന്നു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയായി ഒരുവൻ രക്തത്തെ വാർന്ന് ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെടുവാനായിട്ട് ഒരു മനുഷ്യൻ ആകൃതിയൊന്നോ പ്രകൃതിയൊന്നോ തോന്നാതെ വണ്ണം തൻ്റെ ജീവനെ കൊടുക്കുവാൻ തയ്യാറായി. സ്തോത്രം. അതുകൊണ്ട് ഒരു പുതിയ നിയമം കർത്താവ് നമുക്ക് വേണ്ടി സ്ഥാപിച്ചു. അതാണ് കർത്താവായ യേശു ക്രിസ്തു ആ അന്ത്യ അത്താഴത്തിൽ പറയുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൻ്റെ ഈ രക്തം അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാണ്. പുതിയ നിയമത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി. നമുക്ക് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു. തുടർന്ന് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. മീഡിയേറ്റേഴ്സ് ഡെത്ത്, ഒരുവൻ്റെ മരണത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇനിയുള്ള കാര്യങ്ങൾ. കർത്താവ് ദൈവം നമുക്ക് വേണ്ടി ഒരു വില്ലെഴുതും. അപ്പൻ മക്കൾക്ക് വേണ്ടി ഒരു വില്ലെഴുതും. സ്തോത്രം. അതാണ് പുതിയ നിയമം. മരിച്ചെങ്കിൽ മാത്രമേ ഒരുത്തൻ്റെ വില്ല് സ്ഥാപിതമാകുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മരണമില്ലാതെ ഒരുവൻ മരിക്കാതെ വില്ല് സ്ഥാപിതമാകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വേണ്ടി നമുക്കുള്ളൊരു വില്ല്, നമ്മുടെ പിതാവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി ആ കർത്താവ് സ്വന്തം ജീവനെ കൊടുത്തു. എന്നാൽ വീണ്ടും യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോഴും സ്തോത്രം നമ്മളെ സഹായിക്കുവാൻ ആ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് വന്നേക്കും ദൈവസന്നിധി കൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. റോമർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ 24-20 പറയുന്നു, സ്തോത്രം, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെടുത്തപ്പെട്ട് വന്നിരിക്കുന്നത്. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. യെസ്, ഹല്ലേലൂയ. ഇന്ന് രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം എന്നെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കേൾപ്പിക്കൽ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.